അടിപൊളി സൂപ്പർ അടിപൊളി. മാംഗോ സാഗോ തയ്യാറാക്കിയാലോ? പേര് കേട്ടാൽ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണത് ഉണ്ടാക്കാനെന്ന്. വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അതിനായിട്ട് സാഗോ റൈസ് ഒന്ന് വേവിക്കാൻ വെക്കാം. 2 മാംഗോസ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് ഷുഗർ കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ക്രീം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ റൈസ് നന്നായിട്ട് കഴുകി തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ ചേർക്കാൻ. പിന്നെ കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് കഴിക്കുന്ന സമയത്ത് മാംഗോയുടെ പീസും സാഗോ റൈസും ഒക്കെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ.